everyone, welcome to Axonest Learning Online Classes. നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഈ റീസെൻ്റ്ലി ആണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് റിലീസായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഓൾറെഡി ബ്ലോക്ക് 1-ലെ യൂണിറ്റുകളൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് ടെക്സ്റ്റ് ബുക്ക് റിലീസായിട്ടുള്ളത്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് റിലീസായപ്പോൾ ചില പോർഷൻസിന് ഒന്നും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് കുറച്ചും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഏരിയാസ്. അപ്പോൾ അത്തരം ഏരിയാസാണ് ഇപ്പോൾ ബ്ലോക്ക് 1-ലെ അത്തരം ഏരിയാസാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 മുതൽ നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വന്നതിന് ശേഷമാണ് ക്ലാസ്സസ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റ് ബുക്കിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പോയിട്ടുണ്ടാവുക. സോ ബ്ലോക്ക് 1-ലെ 3 യൂണിറ്റുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റാണ് ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഓൾറെഡി എന്താണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും അതിൻ്റെ ഫങ്ഷൻസ് എന്താണെന്നൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇനി ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ കുറച്ചും കൂടി ഏരിയാസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടതുണ്ട്. അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത്. യൂണിറ്റ് 1-ൽ ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് മീനിങ് ആൻഡ് ഡെഫിനിഷൻ ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ ഓൾറെഡി സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സിനെ ബിസിനസ് ഫീൽഡിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ മീനിങ് അല്ലെങ്കിൽ അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നോക്കാം. Business statistics is an essential application of statistical principles, methodologies and tools to real world business data and problem. അപ്പോൾ നമ്മുടെ റിയൽ ലൈഫിലുള്ള ബിസിനസ് പ്രോബ്ലംസിനും അതുപോലെ ബിസിനസ് ഡാറ്റയിലേക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തഡോളജീസും അതുപോലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസും അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, at its core, business statistics involves the collection, description, analysis, presentation of business data. നമ്മൾ സ്റ്റാറ്റിയുടെ ഡെഫിനിഷൻ പറഞ്ഞപ്പോഴും കളക്ഷനും അനാലിസിസും അതുപോലെ പ്രസൻറ്റേഷനും ഒക്കെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നത്. അവിടെ വെറും ഡാറ്റയാണെങ്കിൽ ഇവിടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ആകുമ്പോൾ ബിസിനസ് ഡാറ്റയുടെ കളക്ഷനും അതിൻ്റെ അനാലിസിസും അതിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഹെൽപ്പ് ബിസിനസ്സസ് ടു ഓർഗനൈസ്, സമ്മറൈസ്, അനലൈസ്, ഇന്റർപ്രിറ്റ് ആൻഡ് വിഷ്വലൈസ് ഡാറ്റ ഇൻ ഓർഡർ ടു ഡിസ്കവർ ആക്ഷനബിൾ ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ഡ്രൈവ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ്. അപ്പോൾ ഒരു ബിസിനസ് മെൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേം എന്ന നിലയ്ക്ക് ആ ഒരു ഓർഗനൈസേഷന് അഡ്വാൻറ്റേജ് ഉണ്ടാക്കുന്ന അതിൻ്റെ കോമ്പറ്റീഷനൊക്കെ ഹെൽപ്ഫുൾ ആകുന്ന ഡാറ്റയെ കുറിച്ചാണ് നമ്മളിവിടെ അത്തരം സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസിനെ കുറിച്ചാണ് നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എനേബിൾ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് കസ്റ്റമർ ബൈയിങ് പാറ്റേൺസ്. അപ്പോൾ ഒരാളുടെ ബൈയിങ് പാറ്റേൺ, ഒരു കസ്റ്റമർ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വാങ്ങുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കാനും അതുപോലെ ഗൈഡിങ് പ്രൈസിങ് ഡിസിഷൻസ്, എങ്ങനെയാണ് ഒരു പ്രോഡക്റ്റിന്, ഇപ്പോൾ നമ്മുടെ കമ്പനിയുടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അതിന് പ്രൈസ് ചെയ്യേണ്ടത്, അതിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലാക്കാൻ, അതുപോലെ പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ സെയിൽസ്, നമുക്കിപ്പോൾ അടുത്ത വർഷം എത്ര സെയിൽസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യാൻ, പ്രവചിക്കാൻ, അതുപോലെ ഗോഗിങ് മാനുഫാക്ചറിങ് ആൻഡ് ഓപ്പറേഷണൽ എഫിഷ്യൻസീസ്, മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ എത്രത്തോളം ഇതിനനുസരിച്ച് ക്രമീകരിക്കണം, അതുപോലെ മാനുഫാക്ചറിങ് ഒക്കെ എങ്ങനെ അറേഞ്ച് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ, ഒപ്റ്റിമൈസിങ് ബജറ്റ് അല്ലേ, നമ്മുടെ ബജറ്റ് നമുക്ക് ഏറ്റവും നല്ല പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമ്മുടെ എക്സ്പെൻഡിച്ചറും റവന്യൂ ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ, അതുപോലെ ഡെവലപ്പിംഗ് ഗ്രോത്ത് സ്ട്രാറ്റജി അല്ലേ, ബിസിനസ് ഭാവിയിൽ ഗ്രോ ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യാൻ, അസസിങ് റിസ്ക്, നമ്മുടെ ബിസിനസ്സിനുള്ള റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് വിലയിരുത്താനായിട്ട് ആൻഡ് മച്ച് മോർ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളാണ് നമ്മളിവിടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സിംപ്ലി അപ്ലിക്കേഷൻ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഇൻ ബിസിനസ് ഡാറ്റ അല്ലെങ്കിൽ റിയൽ വേൾഡ് ബിസിനസ് പ്രോബ്ലംസ് അല്ലേ. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്നാമതായിട്ട് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻസ്. സ്റ്റാറ്റിസ്റ്റിക്സ് അലൗ ബിസിനസ് ടു അനലൈസ് ഡാറ്റ ആൻഡ് ഐഡൻറ്റിഫൈ ട്രെൻഡ്സ്, പാറ്റേൺസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ നമുക്ക് ഡാറ്റാസിൽ ഇപ്പോൾ 2 ഡാറ്റാ സെറ്റ് ഉണ്ടെങ്കിൽ ആ ഡാറ്റാ സെറ്റ് തമ്മിലുള്ള ട്രെൻഡ് എന്താണ് അല്ലെങ്കിൽ ആ ഡാറ്റാ സെറ്റ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നൊക്കെ അനലൈസ് ചെയ്യാൻ നമ്മളെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻഫർമേഷൻ ക്യാൻ ബി യൂസ്ഡ് ടു ഗൈഡ് സ്ട്രാറ്റജിക് ഡിസിഷൻസ് ആൻഡ് പ്ലാനിങ്. ഇത് നമ്മളെ ബിസിനസ്സിൽ വളരെ തന്ത്രപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും അതുപോലെ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നതിനൊക്കെ നമുക്ക് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമ്മളെ ഒരു ബിസിനസ്മെന് അദ്ദേഹത്തിന് ഡാറ്റ മനസ്സിലാക്കാനും അദ്ദേഹത്തിന്
ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അതുവഴി അദ്ദേഹത്തിന് നല്ല തീരുമാനം എടുക്കാൻ സഹായിക്കുന്നു. രണ്ടാമതായിട്ട് മാനേജ് റിസ്ക്. Statistical analysis helps quantify uncertainty and potential risk. അല്ലേ, ഭാവിയിൽ എന്ത് വരും നമുക്ക് ഒരാൾക്കും പ്രവചിക്കാൻ സാധിക്കില്ല. എന്നിരുന്നാൽ കൂടെ നമുക്ക് എന്തൊക്കെ റിസ്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, ഭാവിയിൽ എന്തൊക്കെ അനിശ്ചിതത്വ സാഹചര്യങ്ങൾ വരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് എന്നൊക്കെ അനലൈസ് ചെയ്യാനും അതുവഴി നമ്മുടെ റിസ്ക് മാനേജ് ചെയ്യാനും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ആണ്. ബിസിനസ്മെൻ ക്യാൻ യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർകാസ്റ്റ് ഡിമാൻഡ്. നമ്മുടെ ഭാവിയിൽ എത്ര നമ്മളെ കമ്പനിയുടെ പ്രോഡക്റ്റിന് ഭാവിയിൽ എത്ര ഡിമാൻഡ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ ഡിറ്റക്ട് ക്വാളിറ്റി റിലേറ്റഡ് പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റിന് എന്തെങ്കിലും ക്വാളിറ്റിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനൊക്കെ നമ്മുടെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് വേണം. അടുത്തതായിട്ട് സെറ്റ് പെർഫോമൻസ് ഗോൾസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ലൈക്ക് റിഗ്രഷൻ അനാലിസിസ് allow businessmen to identify driving factors behind performance metrics. അപ്പോൾ നമ്മുടെ ഒരു കമ്പനിയുടെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെ ഒക്കെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ നമുക്ക് ഇവിടെ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്. റിഗ്രഷൻ പോലുള്ള ടൂൾസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ പെർഫോമൻസ് എത്രത്തോളം ഉണ്ടെന്ന് അനലൈസ് ചെയ്യാൻ. അതുപോലെ നമുക്ക് ഇപ്പം നമ്മുടെ പെർഫോമൻസ് അത്ര നല്ലതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെർഫോമൻസ് ഗോൾസ് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഒരു അടുത്ത 5 വർഷത്തിനുള്ളിൽ നമ്മൾ ഇങ്ങനെ മാറും, നമ്മുടെ ബിസിനസ് ഫേമിൽ ഇത്ര മാറ്റങ്ങൾ വരും, പെർഫോമൻസ് ഇത്ര ഉയരും എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ ഒപ്റ്റിമൈസ് ഓപ്പറേഷൻസ്. നമ്മുടെ ബിസിനസ് ഓപ്പറേഷൻ, ഡേ ടു ഡേ ഓപ്പറേഷൻസ് ഒക്കെ ഒപ്റ്റിമൈസ് ചെയ്യാൻ നമ്മളെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. streamline operations by identifying inefficiencies, waste, problems. അപ്പോൾ ഇൻഎഫിഷ്യൻസീസ്, നമ്മുടെ ബിസിനസ്സിലുള്ള ഇൻഎഫിഷ്യൻസീസ് ഏതൊക്കെയാണ്, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും റിസോഴ്സസ്, നമുക്കറിയാം റിസോഴ്സസ് എന്താണ്, വളരെ സ്കേഴ്സ് ആണ് അല്ലേ, വളരെ കുറവുള്ളൂ. അപ്പോൾ ഉള്ള റിസോഴ്സസിനെ നമുക്ക് മാക്സിമം യൂട്ടിലിറ്റി കിട്ടുന്ന അല്ലെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം എന്നൊക്കെ അറിയാൻ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം. അതുപോലെ അണ്ടർസ്റ്റാൻഡ് കസ്റ്റമേഴ്സ് അല്ലേ, ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിൻ്റെ ബിസിനസ് സക്സസ്ഫുൾ ആവില്ല. അപ്പോൾ അനലൈസിങ് കസ്റ്റമർ ഡാറ്റ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ കസ്റ്റമർ ഇൻസൈറ്റ്സ് അല്ലേ. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് എത്ര ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റിന് ആൾക്കാർ എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട്, എന്താണ് ആൾക്കാരുടെ ആവശ്യം, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഇപ്പോഴത്തെ ഒരു ടേസ്റ്റ് എന്താണ്, ഇതൊക്കെ അറിഞ്ഞിട്ട് അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ ലോഞ്ച് ചെയ്യാനും അതിന് പ്രൈസ് തീരുമാനിക്കുകയൊക്കെ വേണ്ടത്. അപ്പോൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കാൻ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ആണ്. അതുപോലെ ബെഞ്ച് മാർക്ക് പ്രോഗ്രസ്. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് ഹിസ്റ്റോറിക്കൽ പെർഫോമൻസ് മെട്രിക്സ് അലൗസ് a business to evaluate progress over time. അപ്പോൾ നമ്മൾ ബിസിനസിൻ്റെ പ്രോഗ്രസ് എത്രത്തോളം നമ്മുടെ ബിസിനസ് പുരോഗതി കൈവരിക്കുന്നുണ്ട് എന്ന് ഇവാലുവേറ്റ് ചെയ്യാൻ, വിലയിരുത്താൻ നമ്മൾക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരുപാട് ടൂൾസ് ഉണ്ട്, അത് ഉപയോഗിച്ച് സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ആൻഡ് യൂസസ് ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ യൂസ് എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഡിസ്ക്രിപ്റ്റീവ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇറ്റ് ഈസ് യൂസ്ഡ് ടു സമ്മറൈസ് ആൻഡ് ഡിസ്ക്രൈബ് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ റിലേറ്റഡ് ടു ബിസിനസ്. ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കഴിഞ്ഞ 5 വർഷത്തെ റവന്യൂ, കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ എക്സ്പെൻസ്, അല്ലെങ്കിൽ കഴിഞ്ഞ 5 വർഷത്തെ നമ്മുടെ പ്രോഫിറ്റ്, 5 വർഷത്തെ സെയിൽസ്, അങ്ങനെ ഒരുപാട് ക്വാണ്ടിറ്റേറ്റീവ് ഡാറ്റ നമുക്കുണ്ട്. അപ്പോൾ ഇത്തരം ഡാറ്റകളെ സമ്മറൈസ് ചെയ്യാനും അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനും ആ ഒരു ഡാറ്റയിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻസിലേക്ക് എത്തിച്ചേരാനും ഒക്കെ നമ്മളെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഫോർകാസ്റ്റിംഗ് യൂസിങ് ഹിസ്റ്റോറിക്കൽ ഡാറ്റ ടു പ്രെഡിക്റ്റ് ഫ്യൂച്ചർ ഔട്ട്കംസ് അല്ലേ. നിലവിലുള്ള അതും കഴിഞ്ഞു പോയ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ ഭാവിയിൽ നമുക്ക് എന്തൊക്കെ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചർ ഔട്ട്കംസ് എന്തൊക്കെയാവും എന്ന് പ്രവചിക്കാൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. ദിസ് ഇൻക്ലൂഡ് ടെക്നിക്സ് ലൈക്ക് ടൈം സീരീസ്, റിഗ്രഷൻ അനാലിസിസ് allows business to anticipate future demand, sales, economic conditions, etc. അതായത് ഇപ്പോൾ നിലവിലുള്ള കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് നമുക്കുള്ള സെയിൽസ് നോക്കിയിട്ട് അടുത്ത വർഷം നമുക്ക് ഇത്ര സെയിൽസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കിങ്ങനെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ടുള്ള ഡിമാൻഡ് നോക്കിയിട്ട് അതിന് ഹിസ്റ്റോറിക്കൽ ഡാറ്റ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്യൂച്ചറിൽ അല്ലെങ്കിൽ അടുത്ത വർഷത്തേക്ക്, അടുത്തൊരു 5 വർഷം നമുക്ക് ഇത്രയൊക്കെ കൺസ്യൂമർ ഡിമാൻഡ് വരാൻ സാധ്യതയുള്ളൂ, അല്ലെങ്കിൽ അടുത്തൊരു വർഷം നമുക്ക് ചിലപ്പോൾ ഡിമാൻഡ് കുറയാൻ സാധ്യതയുണ്ട്, അപ്പോൾ നമുക്ക് എങ്ങനെ അത് ഓവർകം ചെയ്യാം, അങ്ങനെ അതിനുള്ള സ്ട്രാറ്റജീസ് ഒക്കെ നമ്മൾ ഇപ്പോൾ തന്നെ ആലോചിച്ച് തുടങ്ങണം അല്ലേ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ
ഹെൽപ്പോടെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് നമ്മൾ സഹായിക്കുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ് ടൈം സീരീസ്, റിഗ്രഷൻ അനാലിസിസ് ഒക്കെ. ഓക്കെ, അടുത്തതായിട്ട് ക്വാളിറ്റി കൺട്രോൾ. Statistical quality control techniques allow business to monitor production and service process. ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ പ്രൊഡക്ഷനും സർവീസൊക്കെ അളക്കാനായിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിനെ യൂസ് ചെയ്യാം. കൺട്രോൾ ചാർട്ട്സ് ആൻഡ് സാമ്പിളിംഗ് ഹെൽപ്പ് ടു ഡിറ്റക്ട് പ്രോബ്ലംസ് ആൻഡ് മിനിമൈസ് ഡിഫക്റ്റ്. ഇപ്പോൾ നമ്മളെ ബിസിനസ്സിൻ്റെ ആ ഒരു പ്രോസസ്സിലോ നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സിലോ നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജിയിലോ അല്ലെങ്കിൽ നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റിലോ ഒക്കെ എന്തെങ്കിലും ഡിഫക്റ്റുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നിരീക്ഷിക്കാനും മോണിറ്റർ ചെയ്യാനും അതിനെയൊക്കെ ഓവർകം ചെയ്യാനും ഒക്കെ നമ്മളെ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ്ഫുൾ ആണ്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്. സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ബിസിനസ് ടു മേക്ക് ഇൻഫോംഡ് ഡാറ്റ ഡ്രിവൻ ഡിസിഷൻ. നമ്മളെ തീരുമാനമെടുക്കാൻ സഹായിക്കുന്നു. ഒരു ബിസിനസ്സിൽ നമ്മൾ കസ്റ്റമേഴ്സിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ തീരുമാനം എടുക്കുന്നത് അല്ലേ. ഇപ്പം അടുത്ത വർഷം നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ എത്ര സെയിൽസ് നടത്തണം എന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ ഓരോ തീരുമാനവും ബിസിനസ്സിൻ്റെ സക്സസിനെ വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ ഡാറ്റ ഡ്രിവൺ ഡിസിഷൻസ് എടുക്കാൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. ഡാറ്റ ഡ്രിവൺ എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ തീരുമാനം എടുക്കുകയല്ല. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷനെ സംബന്ധിച്ചൊരു തീരുമാനം എടുക്കുകയാണ്. അടുത്ത ഒരു വർഷത്തേക്ക് നമ്മളെ പ്രൊഡക്റ്റ്, നമ്മളെ ഫേമിൻ്റെ പ്രൊഡക്റ്റ് എത്ര പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് തീരുമാനിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമുക്കുള്ള ഡിമാൻഡ് എത്ര ഉണ്ടെന്ന് നോക്കണം അല്ലേ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മുടെ കൺസ്യൂമേഴ്സ് നമ്മളെ പ്രൊഡക്റ്റ് എത്രത്തോളം ഡിമാൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഒരു ഡാറ്റ നോക്കിയിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എത്ര പ്രൊഡ്യൂസ് ചെയ്യണം തീരുമാനിച്ചാൽ നമ്മളെ പ്രോഡക്റ്റ് എന്തുണ്ടാവില്ല, വേസ്റ്റേജ് ഉണ്ടാവില്ല അല്ലേ. എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. നേരെ മറിച്ച് ഞാൻ ഡാറ്റയൊന്നും നോക്കാതെ വെറുതെ പ്രൊഡക്ഷന് ഓർഡർ കൊടുക്കുകയാണെങ്കിൽ ഇത്ര പ്രൊഡ്യൂസ് ചെയ്യണം തീരുമാനിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു 100 പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു 1000 പ്രോഡക്റ്റിൻ്റെത് ഈ വർഷം ഇറക്കണം നമ്മുടെ ബിസിനസ് ഫേമിൻ്റെ അണ്ടറിലെന്ന് വിചാരിക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ അത്രയും ഡിമാൻഡ് ഉണ്ടായിക്കൊള്ളുന്നില്ല, ആൾക്കാർ ചിലപ്പോൾ അത്ര വാങ്ങിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് കുറേ വേസ്റ്റ് ആവുകയും നമുക്ക് ബിസിനസ്സിൽ ലോസ് ഉണ്ടാവുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ അത്തരം സാഹചര്യങ്ങളിൽ നമ്മൾ ഡാറ്റ ഡ്രിവൺ പ്രീവിയസ് ആയിട്ടുള്ള ഡാറ്റ നോക്കിയിട്ട് അതിനനുസരിച്ച് ഡിസിഷൻസ് എടുക്കുകയാണെങ്കിൽ നമ്മളെ ബിസിനസ്സിന് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്തതായിട്ട് മാർക്കറ്റ് റിസർച്ച്. ബിസിനസ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഗ്യാദർ ആൻഡ് അനലൈസ് മാർക്കറ്റ് ഡാറ്റ. സർവേസ്, ക്വസ്റ്റനെയേഴ്സ്, ഡാറ്റ മൈനിങ് എക്സെട്ര പ്രൊവൈഡ് ഇൻസൈറ്റ്സ് ഇൻ ടു കസ്റ്റമേഴ്സ്, കോമ്പറ്റീറ്റേഴ്സ്, പ്രൈസിങ്. അപ്പോൾ നമുക്ക് റിസർച്ച് നടക്കാൻ മാർക്കറ്റ് നമ്മുടെ പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ ഒരു സർവീസ് ഇറക്കുമ്പോൾ നമ്മളെ മാർക്കറ്റിനെ കുറിച്ച് നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടായിരിക്കണം അല്ലേ. നമ്മൾ ഏത് മാർക്കറ്റിലാണ് ഇത് ഇറക്കുന്നത്, അവിടുത്തെ കസ്റ്റമേഴ്സ് എങ്ങനെയുള്ള ആളുകളാണ്, അവരിത് വാങ്ങാൻ സാധ്യതയുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മളെ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം? ഒരു മാർക്കറ്റ് റിസർച്ച് നടത്തണം. മാർക്കറ്റിനെ കുറിച്ച് അറിവുണ്ടാകാൻ വേണ്ടി ഒരു ഗവേഷണം നടത്തണം. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആയിട്ടുള്ള സർവേയിലൂടെയോ ക്വസ്റ്റനെയറിലൂടെയോ ഡാറ്റ മൈനിങ്ങിലൂടെയോ ഒക്കെ നമുക്ക് എന്താ അറിയാം, കസ്റ്റമേഴ്സിനെ കുറിച്ചും നമ്മളെ എതിരാളികൾ ഉണ്ടാവും അല്ലേ, കോമ്പറ്റീറ്റേഴ്സ്. ബിസിനസ്സിൽ നമ്മൾ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, നമ്മൾ അതേ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ബാക്കിയുള്ള ആളുകളുണ്ട്, ഇൻഡസ്ട്രീസ് ഫേംസ് ഉണ്ടാവും ഒരു ഇൻഡസ്ട്രിയിലെ. അപ്പോൾ അത്തരം ഫേംസിനെ കുറിച്ചും അവരുടെ പ്രൈസ് എന്താണ്, നമ്മുടെ പ്രൈസ് എങ്ങനെയായിരിക്കണം, ഇതൊക്കെ റിസർച്ച് ചെയ്യാൻ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യും. ഒപ്റ്റിമൈസേഷൻ. ബിസിനസ്സസ് ഒപ്റ്റിമൈസ് പ്രോസസ്സസ് ആൻഡ് ആക്ടിവിറ്റീസ് യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ് ലൈക്ക് ലീനിയർ പ്രോഗ്രാമിംഗ് മോഡൽ, ക്യൂയിങ് മോഡൽ, സിമുലേഷൻ എക്സെട്ര ദാറ്റ് ഹെൽപ്സ് ടു മാക്സിമൈസ് ഔട്ട്പുട്ട്, എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി. ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ടും പ്രൊഡക്ടിവിറ്റിയും, നമ്മളെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി അതുപോലെ നമ്മുടെ ഔട്ട്പുട്ടൊക്കെ മാക്സിമൈസ് ചെയ്യാനും നമ്മുടെ പ്രോഫിറ്റ് നമുക്ക് പരമാവധി ലാഭം കിട്ടുന്നതിനും വേണ്ടിയിട്ട് നമുക്ക് ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കുകളുണ്ട് ഒരുപാട്. ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഉള്ള കുറച്ച് ടൂൾസ് ഉണ്ട്. എത്ര ഉൽപ്പാദിപ്പിച്ചാലാണ് നമുക്ക് ഒപ്റ്റിമം ഔട്ട്പുട്ട് കിട്ടുക എന്നുള്ളതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ലീനിയർ പ്രോഗ്രാമിംഗ്, അതുപോലെ ക്യൂയിങ്, സിമുലേഷൻ, ഇതൊക്കെ കുറേ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്കാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ യൂസ് ചെയ്യുന്ന ഇത്തരം ടെക്നിക്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇത്തരം ടൂൾസ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബിസിനസ്സിൻ്റെ പ്രൊഡക്ടിവിറ്റി മാക്സിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ ഒപ്റ്റിമം ആക്കാനും ഒക്കെ സഹായിക്കുന്നു എന്നുള്ളതാണ്. അടുത്തതായിട്ട് റിസ്ക് അനാലിസിസ്. ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, നമുക്ക് എന്തെങ്കിലും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള റിസ്ക് നമ്മുടെ ബിസിനസ്സിന് ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കാനും അതിനനുസരിച്ച് ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജീസ്, ബിസിനസ് ഡിസിഷൻസ് എടുക്കാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ കോറിലേഷൻ അനാലിസിസ്. കോറിലേഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 വേരിയബിൾസ് ആണ്. ഇപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിൽ ബന്ധമുണ്ടാവും. ഒരു സാധനത്തിൻ്റെ വില കൂടിയാൽ ആളുകൾ എന്ത് ചെയ്യും, കുറച്ച് അത് ഡിമാൻഡ് ചെയ്യുള്ളൂ അല്ലേ. നേരെ തിരിച്ചുണ്ട് അല്ലേ, ഒരു സാധനത്തിൻ്റെ പ്രൈസ് കുറയുകയാണെങ്കിൽ ആളുകൾ അത് കൂടുതൽ ഡിമാൻഡ് ചെയ്യും. നമ്മൾ
ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിമാൻഡ് ആൻഡ് പ്രൈസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ഹെൽപ്ഫുൾ ആണ്? ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ആണ്. ടെക്നിക്സ് ലൈക്ക് റിഗ്രഷൻ help business to identify and quantify the relationship between variables that allows prediction of impact. അല്ലേ? ഇപ്പോൾ രണ്ട് റിലേഷൻഷിപ്പ് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടെങ്കിൽ ആ ഒരു റിലേഷൻ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ പ്രൈസ് ഒക്കെ തീരുമാനിക്കാൻ, അല്ലേ? ഇപ്പോൾ പ്രൈസ് കുറച്ചാൽ കൂടുതൽ ഡിമാൻഡ് കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് ആ ഒരു ബന്ധം നമുക്ക് അറിഞ്ഞാലേ നമ്മളെ ഫേമിൻ്റെ പ്രൈസ് ചിലപ്പോൾ കുറേ ആൾക്കാർ വാങ്ങാൻ സാധ്യതയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് നമ്മളെ സാധനത്തിൻ്റെ പ്രൊഡക്റ്റിൻ്റെ വില കുറച്ചാൽ നമുക്ക് വേണമെങ്കിൽ കുറേ സെയിൽസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പ്രൈസും ഡിമാൻഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അറിഞ്ഞാലേ നമുക്ക് അത് ചെയ്യാൻ സാധിക്കുള്ളൂ, അല്ലേ? അതുപോലെ ഒരുപാട് വേരിയബിൾസ് ഉണ്ട്, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ബിസിനസ് ഡിസിഷൻസ് എടുക്കാനും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ആണ്. അടുത്തതായിട്ട് ആപ്ലിക്കേഷൻസ് ഓഫ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്. എന്തൊക്കെയാണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ആപ്ലിക്കേഷൻസ്? ഒന്നാമതായിട്ട് നമുക്ക് പ്രൊഡക്ഷനിൽ യൂസ് ചെയ്യാം. എവിടെയൊക്കെ നമുക്ക് ഈ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പ്രൊഡക്ഷനിൽ എങ്ങനെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ബിസിനസ് യൂസ് സ്റ്റാറ്റിസ്റ്റിക്സ് ടു ഡിറ്റർമിൻ ഒപ്റ്റിമൽ പ്രൊഡക്ഷൻ ക്വാണ്ടിറ്റീസ്, അല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞു ഒപ്റ്റിമം പ്രൊഡക്ഷൻ, അല്ലേ? ഏറ്റവും നമുക്ക് പ്രോഫിറ്റ് കിട്ടുന്ന പ്രൊഡക്ഷൻ പോയിന്റിനെയാണ് നമ്മൾ ഒപ്റ്റിമം പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒപ്റ്റിമം പ്രൊഡക്ഷൻ എങ്ങനെ എത്രയാണെന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്കായിട്ടുള്ള ഫോർകാസ്റ്റിംഗ്, ഇൻവെന്ററി മോഡലിംഗ്, ക്വാളിറ്റി കൺട്രോൾ ചാർട്ട്, അതുപോലെ ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒപ്റ്റിമൈസേഷൻ ടെക്നിക്സ്, അതൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ഒപ്റ്റിമം പ്രൊഡക്ഷൻ എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് അക്കൗണ്ടിങ് ഫീൽഡിൽ നമ്മൾ ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിന് അപ്ലൈ ചെയ്യാം. സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഈസ് കോമൺ ഇൻ അക്കൗണ്ടിങ് എസ്പെഷ്യലി ഫോർ ഓഡിറ്റിംഗ്, അല്ലേ? നമ്മളെ പ്രൊഡക്ഷൻ്റെ ഓഡിറ്റിങ്ങിനും ഒക്കെ വേണ്ടിയിട്ട് നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്ഫുൾ ആണ്. അടുത്തതായിട്ട് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മളെ കൺസ്യൂമറിനെ കുറിച്ച് അറിയാനും നമ്മളെ മാർക്കറ്റ് എങ്ങനെയാണുള്ളത് റിസർച്ച് ചെയ്യാനും അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൻ്റെ പ്രൈസ് എങ്ങനെയാണ്, അവരുടെ സെയിൽസ് എങ്ങനെയാണെന്നൊക്കെ അറിയാനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസർച്ച് ചെയ്യാനായിട്ട് ഒരുപാട് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. ഇതിനായിട്ട് നമുക്ക് ക്വസ്റ്റനെയർ ഉപയോഗിക്കാം, സർവേ ഉപയോഗിക്കാം, ഒരുപാട് ഡാറ്റ മൈനിങ് ടൂൾസ് ഒക്കെ ഉപയോഗിക്കാം. അതുപോലെ എക്കണോമിക്സിൽ നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിസ്റ്റിക്സ് ആർ ക്രൂഷ്യൽ ഫോർ അണ്ടർസ്റ്റാൻഡിങ് എക്കണോമിക് ട്രെൻഡ്, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻഡിക്കേറ്റേഴ്സ് ആൻഡ് പോളിസി ഇമ്പാക്ട്സ്, അല്ലേ? എക്കണോമിക്സ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ആണ്. ഇപ്പോൾ ഒരു പോളിസി, എക്കണോമിക് പോളിസി ഗവൺമെൻറ് കൊണ്ടുവന്നു, അതിൻ്റെ ഇമ്പാക്റ്റ് എത്രത്തോളം ഉണ്ട്, അത് ജനങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു, ബിസിനസ്സുകാരെ എങ്ങനെ സ്വാധീനിച്ചു, അല്ലെങ്കിൽ മെർച്ചൻസിനെ എങ്ങനെ സ്വാധീനിച്ചു, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എക്കണോമിക്സിലും ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ് നമ്മൾ HR, അല്ലേ? HR യൂട്ടിലൈസസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഫോർ പെർഫോമൻസ് ഇവാലുവേഷൻ, കോമ്പൻസേഷൻ പ്ലാനിങ്, ട്രെയിനിങ് നീഡ് അസസ്മെൻറ്റ്, റീടെൻഷൻ ആൻഡ് മോഡലിംഗ് ആൻഡ് മോർ. മെട്രിസസ് ഹെൽപ്പ് ടു ഗൈഡ് ഇഫക്റ്റീവ് ടാലൻറ്റ് മാനേജ്മെൻറ്റ്. ഹ്യൂമൻ റിസോഴ്സസ്, നമ്മളെ കമ്പനിയിൽ നമ്മുടെ ബിസിനസ് ഫേമിൽ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ എംപ്ലോയീസിന് എങ്ങനെ സാലറി ഫിക്സ് ചെയ്യണം, അതുപോലെ അവർക്ക് ട്രെയിനിങ്ങിൻ്റെ ആവശ്യമുണ്ടോ, അതൊക്കെ തീരുമാനിക്കാൻ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് ഒരുപാട് ടൂൾസ് നൽകുന്നുണ്ട്. അതുപോലെ മാർക്കറ്റ് അനാലിസിസ് ആൻഡ് സെഗ്മെന്റേഷൻ ഡിപ്പെൻഡ്സ് ഓൺ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ഫോർകാസ്റ്റിംഗ്, കൺജോയിന്റ് അനാലിസിസ് ആൻഡ് സർവേ അനാലിസിസ് ഇൻഫോം പ്രൊഡക്റ്റ് പ്രൈസിങ് ആൻഡ് പ്രൊമോഷണൽ ഡിസിഷൻ. അപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള കുറച്ച് ടൂൾസ് ആണ് ഈ ഫോർകാസ്റ്റിംഗ് എന്ന പ്രവചനം, അതുപോലെ കൺജോയിന്റ് അനാലിസിസ്, സർവേ അനാലിസിസ് ഒക്കെ ഉള്ളത്. ഇത്തരം ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്തൊക്കെ കണ്ടെത്താൻ പറ്റും? ഒരു പ്രോഡക്റ്റിൻ്റെ ഒപ്റ്റിമം പോയിന്റ് ഏതാണ്, അതുപോലെ എങ്ങനെ ആ പ്രൊഡക്റ്റിനെ പ്രൈസ് ചെയ്യണം, ആ പ്രൊഡക്റ്റിൻ്റെ വില എങ്ങനെ തീരുമാനിക്കണം, അതുപോലെ പ്രൊമോഷൻ എങ്ങനെ നമ്മുടെ കമ്പനിയുടെ പ്രോഡക്റ്റിന് പ്രൊമോഷണൽ ഡിസിഷൻസ് എടുക്കാം, അത്തരം കാര്യങ്ങൾ മാർക്കറ്റിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാ ഡിസിഷൻസും എടുക്കാൻ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ്ഫുൾ ആണ്. അതുപോലെ ഓപ്പറേഷൻസ്, സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഒപ്റ്റിമൈസ് ഇൻവെന്ററി ലെവൽ, സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, വർക്ക് ഫ്ലോ, എക്യുപ്മെന്റ് മെയിൻ്റെനൻസ് ആൻഡ് അതർ ഓപ്പറേഷൻസ്. അല്ലേ? നമുക്ക് ഒരു ബിസിനസ് നമ്മൾ തുടങ്ങുകയാണെങ്കിൽ നമ്മളെ ബിസിനസ്സിൽ എങ്ങനെ മാനുഫാക്ചറിങ്ങിന് വേണ്ടി എന്തായാലും പ്രൊഡക്ഷൻ യൂണിറ്റുകൾ വേണ്ടി വരും. അതുപോലെ നമുക്ക് എക്യുപ്മെന്റ്സ്, അല്ലേ? പ്രൊഡക്ഷന് വേണ്ടി ഒരുപാട് എക്യുപ്മെന്റ്സ്, ടൂൾസ്, ഉപകരണങ്ങളൊക്കെ വേണ്ടി വരും. അതുപോലെ വർക്ക് ഫ്ലോസ്, ഇൻവെന്ററി, നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സ്റ്റോക്ക്, അല്ലേ? അതെത്ര വേണം തീരുമാനിക്കണം. സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്, അല്ലേ? നമ്മൾ പ്രൊഡക്റ്റ് ഏതൊക്കെ ഏരിയാസിലാണ് നമ്മൾ സപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ഏതൊക്കെ റീറ്റെയിലേഴ്സിനാണ് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതൊക്കെ തീരുമാനിക്കണം. അങ്ങനെ ഇത്തരം ഓപ്പറേഷൻ, ഒരു ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ ഓപ്പറേഷൻസിനെല്ലാം നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ
സ്റ്റാറ്റിസ്റ്റിക്സ് ആർ യൂസ്ഡ് ഫോർ പോർട്ട്ഫോളിയോ ഒപ്റ്റിമൈസേഷൻ, റിസ്ക് മോഡലിംഗ്, അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, ക്രെഡിറ്റ് സ്കോറിംഗ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ്, മെട്രിസസ് ലൈക്ക് ഏർണിംഗ് പെർ ഷെയർ, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്, ലിക്വിഡിറ്റി റേഷ്യൂസ്, ഇൻഫോം ബിസിനസ് വാല്യുവേഷൻ ആൻഡ് ഡിസിഷൻ. അപ്പോൾ നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള കുറച്ച് ടൂൾസാണ് ഈ ഏർണിങ്സ് പെർ ഷെയർ, അതുപോലെ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ. ഇതൊക്കെ കണ്ടെത്തുന്നതിലൂടെ നമ്മുടെ ബിസിനസ്സിൻ്റെ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ എങ്ങനെ നമ്മുടെ ബിസിനസ്സിൻ്റെ ക്രെഡിറ്റ് സ്കോറിങ് എത്രത്തോളം, നമ്മളെ ഫേമിന് ക്രെഡിറ്റ് നമുക്ക് എത്രത്തോളം ലോൺസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്, അതാണ് ക്രെഡിറ്റ് സ്കോർ. അതുപോലെ ഫ്രോഡ് ഡിറ്റക്ഷൻ, എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പുകൾ ഉണ്ടോ അത് ഡിറ്റക്ട് ചെയ്യാൻ, ഇതൊക്കെ ഇങ്ങനെ ഫിനാൻസ് സംബന്ധമായിട്ടുള്ള ധനകാര്യ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബ്ലോക്ക് 1-ലെ ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിൽ നമ്മൾ ഒന്നും കൂടി ഊന്നൽ നൽകി പഠിക്കേണ്ടത്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഈ കാര്യങ്ങളാണ് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ടത്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് കിട്ടുന്നതിന് മുമ്പുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പാർട്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാര്യം ഒന്നുകൂടി ശ്രദ്ധയിൽ വരുത്തുക. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ യൂണിറ്റിൽ പോവാണ്. രണ്ടാമത്തെ യൂണിറ്റിൽ എന്തൊക്കെയാണ് ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എക്സാമിന് പഠിക്കേണ്ടത് എന്നുള്ളത്. ഓക്കെ, ബ്ലോക്ക് 1-ലെ രണ്ടാമത്തെ യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്നൊക്കെ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുള്ള ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് അല്ലേ. നമുക്ക് ഒരു ഡാറ്റ കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു സിസ്റ്റമാറ്റിക് അപ്രോച്ചാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷന് നമുക്ക് 2 മെത്തേഡ്സ് നമ്മൾ പറഞ്ഞിരുന്നു. ഏതൊക്കെയാണ്? സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് മെത്തേഡും. എന്തായിരുന്നു സെൻസസ് മെത്തേഡ്? സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ പോപ്പുലേഷനിലും പോയി നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, നമ്മൾ സെൻസസ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, അതിൻ്റെതായ ദോഷങ്ങളും ഉണ്ട്. അതുപോലെ രണ്ടാമതായിട്ടുള്ള ഡാറ്റ കളക്ഷൻ മെത്തേഡ് ആയിരുന്നു എന്ത്, നമ്മുടെ സാമ്പിളിംഗ് അല്ലേ. സാമ്പിളിങ്ങിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ മുഴുവൻ നമ്മളെ പഠനം നടത്താൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്റ്റഡി ഏരിയയിലെ മുഴുവൻ ആളുകളുടെ അടുത്തും പോയി സ്റ്റഡി നടത്താതെ പകരം കുറച്ച് സാമ്പിൾസിനെ സെലക്ട് ചെയ്യണം. പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് സാമ്പിൾസിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ മാത്രം നമ്മൾ സ്റ്റഡി നടത്തുകയാണ് അല്ലേ. അവരെ സ്റ്റഡി നടത്തിയിട്ട് അത് ആ മൊത്തം പോപ്പുലേഷന് അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്. സെലക്റ്റഡ് സാമ്പിൾസ് ആർ samples are selected from population and then we are studying them അല്ലേ. അവരെ പഠിച്ചുകൊണ്ട് അത് മൊത്തത്തിൽ അപ്ലൈ ചെയ്ത് കൊടുക്കും. അപ്പോൾ അത്തരം ഡാറ്റ കളക്ഷൻ മെത്തേഡിനെയാണ് നമ്മൾ സാമ്പിളിംഗ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ്റെ മെത്തേഡിനെയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിളിംഗ് എന്താണെന്നുള്ളത് പറഞ്ഞു. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെയും എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് സാമ്പിളിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ? ഇവിടെ സാമ്പിളിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് നമ്മൾ പോപ്പുലേഷനിൽ നിന്നാണ് നമ്മൾ സാമ്പിളിനെ കളക്ട് ചെയ്തത് അല്ലേ. ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ട് പോപ്പുലേഷനിൽ നിന്ന് കുറച്ച് സാമ്പിളിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ പ്രിൻസിപ്പിളായിട്ട് പറയുന്നത്. ഒന്നാമതായിട്ടുള്ളത് പ്രിൻസിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി. പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, സാധ്യത എന്നാണ് അല്ലേ, ചാൻസ് ആണ്. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് every unit in the population must have equal probability of being selected in the sample. അപ്പോൾ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടാൻ ഈക്വൽ ചാൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത് എന്നാണ് ഈ ഒരു പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ സാമ്പിളിംഗ് ചെയ്യുമ്പോൾ അതായത് പോപ്പുലേഷനിൽ നമ്മൾ സ്റ്റഡിക്ക് വേണ്ടി കുറച്ച് ആൾക്കാരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കണം, നമ്മളെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റ്സിനും നമ്മൾ ഈക്വൽ ചാൻസ് ആയിരിക്കണം നൽകേണ്ടത് നമ്മുടെ സാമ്പിളിൽ ഉൾക്കൊള്ളാൻ. അതുപോലെ ദിസ് എൻഷുവേഴ്സ് ദാറ്റ് സാമ്പിൾ ഈസ് നോട്ട് ബയാസ്ഡ് ടുവാർഡ്സ് എനി പെർട്ടിക്കുലർ സെഗ്മെന്റ് ഓഫ് പോപ്പുലേഷൻ. നമ്മുടെ പോപ്പുലേഷനിലെ ഒരു യൂണിറ്റിനോടും നമുക്ക് പ്രത്യേകിച്ച് ഒരു ബയാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പക്ഷപാതം ഇവരെ മതി നമ്മൾ ഇൻവെസ്റ്റിഗേറ്റർ തീരുമാനിക്കുന്നതായിരിക്കരുത് സാമ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ റാൻഡംലി നമ്മൾ വളരെ കൃത്യമായിട്ട് യാതൊരു തരത്തിലുള്ള മുൻവിധികളൊന്നുമില്ലാതെ ബയാസ് ഒന്നുമില്ലാതെ നമ്മൾ സെലക്ട് ചെയ്യുന്നതായിരിക്കണം സാമ്പിൾസിനെ. അല്ലാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് പോപ്പുലേഷനിൽ നിന്ന് സാമ്പിളിനെ തിരഞ്ഞെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാമ്പിൾസിനെ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ സ്റ്റഡിയെയും അതിൻ്റെ റിസൾട്ടിനെയൊക്കെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ പ്രിൻസിപ്പിൾ ഓഫ് പ്രോബബിലിറ്റി പറയുന്നത് എന്താ, നമ്മളൊരു സാമ്പിളിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മുടെ പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റിനും നമ്മൾ ഈ ഒരു സാമ്പിളിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കാൻ അല്ലെങ്കിൽ ഉൾക്കൊള്ളാൻ
ഈക്വൽ ചാൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത്. ഒരു യൂണിറ്റിനോട് നമ്മൾ പ്രത്യേകിച്ച് ഒരു പക്ഷാഘാതം കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തത് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് സാമ്പിൾ ഷുഡ് ബി റെപ്രസെൻറ്റേറ്റീവ് ഓഫ് പോപ്പുലേഷൻ. ഈ പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരിക്കണം സാമ്പിൾ, അല്ലേ? പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിരിക്കണം സാമ്പിൾ. കാരണം നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഈ സാമ്പിളിനെ പഠിച്ചിട്ട് നമ്മുടെ സ്റ്റഡി നമ്മുടെ പോപ്പുലേഷന് മൊത്തം നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സാമ്പിളിന് അത്രയും ശ്രദ്ധാപൂർവ്വം നമ്മൾ തിരഞ്ഞെടുക്കണം. തെറ്റായ സാമ്പിളിനെയാണ് നമ്മൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നമ്മുടെ പഠനത്തെയും അതിൻ്റെ റിസൾട്ടൊക്കെ തെറ്റായിട്ടായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ meaning that it should exhibit the same characteristics and patterns as the population as a whole has. അല്ലേ? ഒരു പോപ്പുലേഷൻ നമ്മളെ സ്റ്റഡിക്ക് നമ്മൾ സാമ്പിൾ എന്തിനാ തിരഞ്ഞെടുക്കുക, നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റഡി നടത്തുമ്പോഴാണ്, അല്ലേ? നമ്മളെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കാനൊക്കെ വേണ്ടി നമ്മൾ ചിലപ്പോൾ റിസർച്ച് ഒക്കെ നടത്തും, അല്ലേ? എത്ര പ്രൈസ് വേണം എന്നൊക്കെ തീരുമാനിക്കാൻ. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സ്റ്റഡി നടത്തുമ്പോൾ ആ സ്റ്റഡിക്ക് വേണ്ടി നമ്മൾ സാമ്പിൾസിനെ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് നമ്മൾ കൺസിഡർ ചെയ്യണം, ഈ പോപ്പുലേഷൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളും ഉള്ള സാമ്പിൾസിനെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. അപ്പോൾ സാമ്പിളിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും പോപ്പുലേഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും സെയിം ആയിരിക്കണം എന്നതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ റെഗുലാരിറ്റി ഉണ്ട്. മൂന്നാമത്തെ പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പേഴ്സ്. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ്സ് ദാറ്റ് as the sample size increases, the sample become more representative of the population. സാമ്പിൾ സൈസ് കൂടുന്നതിനനുസരിച്ച് ഈ സാമ്പിൾ എന്ന് പറയുന്നത് പോപ്പുലേഷൻ്റെ നല്ലൊരു റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് മാറും. And the influence of random fluctuations diminishes. മാത്രമല്ല, ഈ ഫ്ലക്ച്വേഷൻസ്, വ്യതിയാനങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ ഒരു 100 ആളുകൾ, ഒരു വാർഡിലെ 100 ആളുകളുടെ കൺസംഷൻ പാറ്റേൺ ആണ്, അല്ലെങ്കിൽ അവരുടെ ബൈയിങ് പാറ്റേൺ ആണ് ഞാൻ സ്റ്റഡി ചെയ്യുന്നതെന്ന് വിചാരിക്കുക. 100 ആളുകളാണ് നമ്മുടെ പോപ്പുലേഷൻ. ആ ഒരു വാർഡിൽ 100 ആളാണുള്ളതെന്ന് ഇമാജിൻ ചെയ്യാം. ഞാൻ 5 ആളെ പഠിക്കുമ്പോഴാണോ 10 ആളെ പഠിക്കുമ്പോഴാണോ 20 ആളെ പഠിക്കുമ്പോഴാണോ ഏറ്റവും നല്ല റിസൾട്ട് എനിക്ക് കിട്ടുക? 100 ആളാണ് ടോട്ടൽ അവിടെ ഉള്ളത്. ഞാൻ വെറും 5 സാമ്പിളിനെ സെലക്ട് ചെയ്തിട്ടുള്ളൂ ആദ്യത്തെ സ്റ്റഡിയിൽ. രണ്ടാമത്തെ സ്റ്റഡിയിൽ ഞാൻ 10 ആളെ സെലക്ട് ചെയ്തു. മൂന്നാമത്തെ സ്റ്റഡിയിൽ ഞാൻ 20 ആളെ സെലക്ട് ചെയ്തു. ഉറപ്പായിട്ടും തെറ്റ് വരാനുള്ള സാധ്യത കുറവ് 20 ആളെ സെലക്ട് ചെയ്യുമ്പോഴായിരിക്കും, അല്ലേ? കാരണം 100 ആളിൽ 20 ആളെങ്കിലും വെച്ച് ഞാൻ പഠനം നടത്തിയല്ലോ. നേരത്തെ ഞാൻ വെറും 5 ആളെ വെച്ചിട്ട് പഠനം നടത്തിയിട്ട് 5 ആൾക്കാർ എങ്ങനെ സാധനങ്ങൾ വാങ്ങുന്നത് നോക്കിയിട്ട് അത് ആ 100 ആളുടെയും തീരുമാനമായിട്ട് ഞാൻ അനുമാനിക്കുകയാണ്, അല്ലേ? കൺക്ലൂഡ് ചെയ്യാണ്. എന്നാൽ കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ ഞാൻ 10 ആളെ വെച്ച് പഠനം നടത്തിയിട്ട് ആ 10 ആൾ എങ്ങനെയാണോ സാധനങ്ങൾ വാങ്ങുന്നത് അത് ആ 100 ആളുടെ ആയിട്ട് കൺവേർട്ട് ചെയ്തു. മൂന്നാമതായിട്ട് ഞാൻ 20 ആൾ എങ്ങനെയാണോ വാങ്ങുന്നത് ആ 20 ആളുടെയും വാങ്ങൽ ശേഷി നോക്കിയിട്ട്, അല്ലെങ്കിൽ അവരുടെ പാറ്റേൺ നോക്കിയിട്ട് ഞാനത് ആ 100 ആളുകളിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ സാമ്പിൾ സൈസ് കൂടുന്തോറും നമ്മുടെ സാമ്പിൾ പോപ്പുലേഷൻ്റെ ട്രൂ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട്, അല്ലെങ്കിൽ പോപ്പുലേഷനെ പ്രതിനിധീകരിക്കുന്ന ഒന്നായിട്ട് മാറാനുള്ള സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഇനേർഷ്യ ഓഫ് ലാർജ് നമ്പർ എന്നുള്ള പ്രിൻസിപ്പിളിൽ പറയുന്നത്. അപ്പോൾ ഇത് മൂന്നുമാണ് സാമ്പിളിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് മെത്തേഡ്സ് ഓർ ടെക്നിക്സ് ഓഫ് സാമ്പിളിംഗ് ആണ്. എന്തൊക്കെയാണ് സാമ്പിളിംഗ് ടെക്നിക്സ്? 2 തരത്തിലുള്ള സാമ്പിളിംഗ് ടെക്നിക്സ് ഉണ്ട്. പോപ്പുലേഷനിൽ നിന്ന് നമുക്ക് സാമ്പിളിനെ തിരഞ്ഞെടുക്കാൻ 2 തരത്തിലുള്ള ടെക്നിക്സ് ഉണ്ട്. പ്രോബബിലിറ്റി അല്ലെങ്കിൽ റാൻഡം സാമ്പിളിംഗ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് വൺ. രണ്ടാമത്തത് നോൺ റാൻഡം സാമ്പിളിംഗ് അല്ലെങ്കിൽ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ റാൻഡം സാമ്പിളിംഗ്, നോൺ റാൻഡം സാമ്പിളിംഗ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി സാമ്പിളിംഗ്, നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നിങ്ങനെ സാമ്പിളിങ്ങിനെ നമ്മൾ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ബ്ലോക്ക് 1-ലെ 1ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സിലെ കുറച്ച് കാര്യങ്ങൾ, അല്ലേ? നമ്മളെ ടെക്സ്റ്റ് ബുക്ക് ഓറിയൻറ്റഡ് ആയിട്ട്, ടെക്സ്റ്റ് ബുക്ക് ഇപ്പോൾ റീസെൻ്റ്ലിയേ വന്നിട്ടുള്ളൂ, ഇന്നലെ കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതിൻ്റെ ബേസിൽ അതിൽ കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയുന്നുണ്ട്. നമ്മുടെ സിലബസ് മാത്രമേ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്തരം കാര്യങ്ങൾ ഒന്നും കൂടി റിവൈസ് ചെയ്ത് നിങ്ങൾ എക്സാമിൽ പഠിക്കുമ്പോൾ ഈ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് യൂണിറ്റിലെ കാര്യങ്ങളും
രണ്ടാമത്തെ യൂണിറ്റിലെ ബ്ലോക്ക് 1-ലെ രണ്ടാമത്തെ യൂണിറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന യൂണിറ്റിലെ കുറച്ച് കാര്യങ്ങളും ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ. എന്താണ് ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ്, അതിൻ്റെ മീനിങ് എന്താ, ഡെഫിനിഷൻ എന്താ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെ, ഫങ്ഷൻസ് എന്തൊക്കെ, അപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്നൊക്കെ ഫസ്റ്റ് യൂണിറ്റിൽ പറഞ്ഞു അല്ലേ. സെക്കൻഡ് യൂണിറ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നുള്ള മെത്തേഡ്സ് ആണ് പറഞ്ഞത് അല്ലേ. സെൻസസും സാമ്പിളിങ്ങും. അതിൽ സാമ്പിളിങ് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ കുറച്ച് പ്രിൻസിപ്പിൾസ് ഫോളോ ചെയ്യേണ്ടതുണ്ട്. ആ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. അതുപോലെ രണ്ട് സാമ്പിളിംഗ് ടെക്നിക്കുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം, പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും. അപ്പോൾ ഇനി പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലുള്ള ടെക്നിക്സ് ഏതൊക്കെ, നോൺ പ്രോബബിലിറ്റി സാമ്പിളിങ്ങിലുള്ള കുറച്ച് ടെക്നിക്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സീ യു ഓൾ.